ദേ ഇന്ന് അച്ഛൻ കാലത്ത് തന്നെ എങ്ങാണ്ടൊന്നും പോയി കുറച്ച് പരല് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ പിന്നെ അത് വെട്ടിത്തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഞാൻ വന്നിട്ടാണ് കേട്ടോ അത് കറി വെക്കാൻ തുടങ്ങിയത്. അമ്മ ഇത് വൃത്തിയാക്കി വെച്ചപ്പോഴത്തേക്കും ഉള്ളിലെ കുടൽ സാധനങ്ങളൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ല ഐസ് പിടിച്ചതുകൊണ്ട് മുറിക്കാൻ നല്ലോണം ഞാൻ കഷ്ടപ്പെട്ടു. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉള്ളിലെ കുടലും സാധനങ്ങളൊക്കെ കഴുകി കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി എടുത്തത്. അച്ഛൻ അധികം പരല് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അങ്ങോട്ട് എല്ലാവർക്കും പരൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് 2 എണ്ണം മാത്രമേ ഞങ്ങൾ കറി വെക്കാൻ എടുത്തുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പരലായിരുന്നു കേട്ടോ. ഇത് അങ്ങനെ അതെല്ലാം ഞാൻ നല്ലോണം ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കി ഇത് ചട്ടിയിലേക്ക് ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ കറിവെക്കൽ പരിപാടിയിലേക്ക് പോവാട്ടോ. ഇന്ന് ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് വിചാരിച്ചത്. അതിനിടയിൽ കുറച്ച് തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പും ചേർക്കുന്നുണ്ട്. കാര്യം പെട്ടെന്ന് നല്ലോണം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കല്ലുപ്പ് ചേർക്കുന്നത്. ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോഴത്തേക്കും നല്ല അരകല്ലിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. പക്ഷേ ഇപ്പം അതിനുള്ള സാധനം ഇല്ലാത്ത കാരണം ശേഷിയില്ലാത്ത കാരണം ഞാൻ ഈ കിട്ടിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അങ്ങോട്ട് വെണ്ണ പോലെ അതിന് പറ്റാവുന്ന രീതിയിൽ ഞാൻ അരച്ചങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി. ഇനി നമ്മുടെ ബാക്കി കറിവെക്കൽ പ്രോസസ്സിലേക്ക് പോവാട്ടോ. അങ്ങനെ അരച്ചെടുത്ത അരപ്പും പിന്നെ അരച്ച ജാറിൽ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് ചട്ടിക്കകത്തേക്ക് നല്ലോണം അങ്ങോട്ട് നല്ല പാകത്തിന് വെള്ളം ചേർത്ത് ഒഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് അതിലേക്ക് കുറച്ച് പച്ചമുളക് നമുക്ക് അരിഞ്ഞിടാം കേട്ടോ. പിന്നെ ഇതിൽ വേണ്ട ഇഞ്ചിയും പിന്നെ കുറച്ച് നല്ല ചെറിയ ഉള്ളിയും വേണം കേട്ടോ. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി അരപ്പിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പുളിക്ക് വേണ്ടി എടുത്തത് മാങ്ങയാണ് കേട്ടോ. അമ്മ കുറച്ച് മാങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് അത് ഇടാമെന്ന് കരുതി. അങ്ങനെ മാങ്ങയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ. ഞാൻ അരക്കാൻ നേരത്ത് കുറച്ച് മാത്രം ഉപ്പ് ചേർത്തുള്ളല്ലോ, അതുകൊണ്ട് ബാക്കി ഉപ്പ് ഇതിലിങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമുക്ക് കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. എനിക്കപ്പോൾ കുറച്ച് കട്ടി തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം അങ്ങ് ചേർത്ത് കൊടുത്താണ്. കാരണം നമുക്ക് മീനും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി അരപ്പൊക്കെ പറ്റി സെറ്റ് ആവണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചധികം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാമോ, ഇനി ഇതിൽ താളിക്കൽ ഏർപ്പാടൊന്നുമില്ല. ഇനി തിളച്ച് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി സെറ്റാണ്. അപ്പോൾ അതേ പരലൊക്കെ മുറിച്ച് വെച്ച പരലും കൂടി ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കങ്ങനെ ഗ്യാസ് കത്തിക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി എല്ലാം മൂടി വെച്ചിട്ട് നമുക്ക് സിമ്മിലിട്ട് ഇത് വേവിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വരുന്നത് കേട്ടോ. അപ്പം എന്നോട് അരികത്തിരിക്കുന്ന ഒരാൾ ചോദിക്കണേണേ, ഇതിനെന്താ ഇത്ര പ്രത്യേകത, എല്ലാ മീനും ഇങ്ങനെ തന്നെയല്ലേ വെക്കണേന്ന്. എല്ലാ മീനും ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനുള്ളിലിരിക്കുന്ന മീൻ അത് വേറെയില്ലേ. എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാലല്ലേ അവർക്കൊരു സുഖമുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാൻ